വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ചവ്വരി ഉപയോഗിച്ചിട്ടാണ്. ചവ്വരി ഉപയോഗിച്ച് ഇതുപോലത്തെ ഒരു പലഹാരം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ 1 കപ്പ് ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. ചവ്വരി അല്ലെങ്കിൽ സാബൂനരി, സാബൂദാന എന്നൊക്കെ പറയും. മീഡിയം വലുപ്പത്തിലുള്ളതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതാദ്യം ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാനായിട്ട് ഒരു നനഞ്ഞ തുണി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കഴുകി എടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു രീതിക്ക് വൃത്തിയാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കഴുകിയെടുത്ത് നന്നായിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കുതിർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഒരു 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറി വന്നതിന് ശേഷം മിക്സറിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനാണ് പോകുന്നത്. മുഴുവനായിട്ടും ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വറുത്തെടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിക്കാണ് പൊടിഞ്ഞ് കിട്ടുക. ഒരുപാട് മിനുസപ്പൊടിയായിട്ടൊന്നും കിട്ടില്ല. ഒരല്പം തരിയോട് കൂടിയിട്ടായിരിക്കും ഉണ്ടാകുക. നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം വീണ്ടും പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന സാബൂനരി ഒന്നും കൂടി ഇട്ട് വറുത്തെടുക്കാനാണ് പോകുന്നത്. ഇതുപോലെ വറുത്തെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു പലഹാരം ആയി വരുമ്പോൾ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ആ ഒരു സാധാരണയുള്ള ആ ഒരു സ്റ്റിക്കിനെസ് മാറിക്കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്താൽ മതി. ഒരു 2 മിനിറ്റ് നേരം നല്ല പോലെ തന്നെ വറുത്തെടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായിട്ട് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇതുപോലെ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ പാനിലേക്ക് 1.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പാല് ഒന്ന് തിളപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. 1.5 കപ്പ് പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തിളക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾക്ക് ആ ഒരു സാബൂനരി പൊടിച്ചെടുത്തതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഇതുപോലെ പൊടിച്ചെടുത്തതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഏകദേശം 1/2 കപ്പോളം കാണും അണ്ടിപ്പരിപ്പും ബദാമും പൊടിച്ചത്. കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോളൂ. നല്ല ടേസ്റ്റാണ്. രുചി നല്ല പോലെ തന്നെ കൂടും. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. പാൽ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് പാല് ഒന്നും കൂടെ തിളച്ച് വരണം. ഇപ്പോൾ ദാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ അലിഞ്ഞും വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടി മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഏറ്റവും ലോയിലാക്കി വെച്ചിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആ ഒരു പൊടി നല്ല പോലെ തന്നെ വറുത്തെടുത്തത് കൊണ്ട് തന്നെ ഇതങ്ങനെ പറ്റിപ്പിടിച്ച് കട്ട കെട്ടിയൊന്നും നിൽക്കില്ല. നല്ല പോലെ തന്നെ യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. സാധാരണ സാബൂനരി ആകുമ്പോൾ വല്ലാണ്ട് സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാകുക. ആ ഒരു രീതിക്കൊന്നും അല്ല ഈ ഒരു പലഹാരം ഉണ്ടാകുക. അപ്പോൾ ദാ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. കുറഞ്ഞ സമയത്തിൽ തന്നെ അത് കട്ടിയായി നല്ല സെറ്റായിട്ട് വന്നോളും. ഇതുപോലെ ഒരു കൂട്ടിൻ്റെ പാകത്തിലേക്കായി വരും. പാനിലൊന്നും ഒട്ടും പറ്റിപ്പിടിക്കാതെ ഈ ഒരു രീതിക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ പ്ലേറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് നെയ്യ് തടവിയെടുക്കുക. ഇതുപോലെ നെയ്യ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്താണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ അടിഭാഗം നന്നായിട്ട് നെയ്യ് തടവിയെടുക്കുകയാണെങ്കിൽ ഒട്ടും പറ്റിപ്പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ബദാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ബദാം ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതവിടെ പറ്റിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അരമണിക്കൂർ മുതൽ 1 മണിക്കൂറൊക്കെ ആവശ്യമായിട്ട് വരുള്ളൂ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്.
അരമണിക്കൂർ ആകുമ്പോൾ തന്നെ നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അരികുകളൊക്കെ ഇതുപോലെ ഒന്ന് വിടിയിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു രീതിക്ക് തന്നെ കട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാനും പറ്റും. ഒട്ടും തന്നെ പറ്റി പിടിക്കാതെ നമുക്കിത് അടർത്തിയെടുക്കാൻ പറ്റും. ആദ്യത്തെ ഒരെണ്ണം ഇളക്കിയെടുക്കുമ്പോൾ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ട് കാണുള്ളൂ. ബാക്കിയൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാബൂനരി ഉപയോഗിച്ചിട്ടുള്ള ബർഫിയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ സാബൂനരി ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കുന്ന പോലെയല്ല. ഈ ഒരു പലഹാരത്തിന് ഒട്ടും തന്നെ സ്റ്റിക്കിനെസ് ഉണ്ടാവില്ല. സാധാരണ നമ്മൾ ചവ്വരിയോ അല്ലെങ്കിൽ സാബൂനരി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ നല്ലപോലെ പറ്റി പിടിക്കുന്നതായിട്ട് തോന്നും. ഈ ഒരു ബർഫിക്ക് ആ ഒരു രീതിക്കൊന്നും അല്ല ഉണ്ടാകുക. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. 1-2 ദിവസമൊക്കെ പുറമേ വെച്ച് കഴിഞ്ഞാൽ കേടാകാതെ ഇരിക്കും. കുറച്ചുകൂടി ദിവസങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഹാർഡായി വരും, അത്രേ ഉള്ളൂ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ചവ്വരി ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.